ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുമെങ്കിലും ബിടെക്കുകാരെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് 1. ക്വസ്റ്റ്യൻ പാറ്റേൺ കംപ്ലീറ്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അതായത് സബ്ജക്ട്സിന്റെ വെയിറ്റേജ് മാറിയിട്ടുണ്ട്. എക്സാം നടന്ന് റിസൾട്ട് വന്ന് പിന്നെ റാങ്ക് ലിസ്റ്റ് 3 വർഷം കാലാവധി കഴിഞ്ഞു. അതായത് 4 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെ ഇനി ഒരു അവസരം കിട്ടാൻ. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ PSC യൂട്യൂബ് ചാനൽ. ഹായ് മിസ്. ഹായ്. PSCയുടെ സൈഡിൽ നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ളവർക്ക് വരുന്ന മേജർ അപ്ഡേറ്റ് ആണ് ഓവർസിയർ ഗ്രേഡ് 1. ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് ഓവർസിയർ അല്ലെങ്കിൽ എന്താണ് ഓവർസിയർ ഗ്രേഡ് 1 എക്സാം? നമ്മുടെ ഒരു ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഡയറക്ട്ലി ഒരു ഉദ്യോഗാർത്ഥിക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അത് ബിടെക് ആണ് യോഗ്യത. അതിന് താഴെയുള്ള ഒരു പോസ്റ്റാണ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എന്ന് പറയുന്നത്. അതായത് ഓവർസിയർമാര് 1, 2, 3 ലെവലില് ഏറ്റവും ടോപ്പ് പോസ്റ്റ് ആണ് ഓവർസിയർ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുമെങ്കിലും ബിടെക്കുകാരെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് 1. ഡിപ്ലോമക്കാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ജോബ്, അതുപോലെ തന്നെ ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ വരുന്ന സമയത്ത് ഓവർസിയർ ഗ്രേഡ് 1 പരീക്ഷ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉയർന്ന റാങ്ക് കിട്ടും എന്നുള്ളത് കൊണ്ടും പിന്നെ എയ്ഡ് അത്രയും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടും ഓവർസിയർ ഗ്രേഡ് 1 മെജോറിറ്റി ആൾക്കാരും അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റും പ്രിഫർ ചെയ്യുന്ന ഒരു പോസ്റ്റുമാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് 1 പോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഒരു മേജർ ഡൗട്ട് ആയിരിക്കും, സ്റ്റാർട്ടിംഗ് സാലറി എത്രത്തോളം ഉണ്ടായിരിക്കും, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമുക്കിപ്പം സാലറി സ്കെയിലൊക്കെ റിവൈസ്ഡ് ആയ സ്ഥിതിക്ക് നമ്മൾ ഫസ്റ്റ് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക്, അതായത് ഡിപ്പാർട്ട്മെന്റിൽ ഫ്രഷ് ആയിട്ട് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നമുക്കൊരു 40ക്കും 44നും ഇടയ്ക്ക് സാലറി കിട്ടും. 40,000 to 44,000 ഇൻ ഹാൻഡ് കിട്ടത്തില്ല, ടോട്ടൽ ഗ്രോസ് സാലറി കിട്ടും. അതെന്ന് പറയുന്നത് നമുക്ക് 44 എന്ന് പറയുന്നതിലും വേരിയേഷൻസ് വരാം. അതായത് നമുക്ക് എവിടെ ലൊക്കേഷനിൽ അത് പോസ്റ്റ് ആവുന്നുണ്ട്. അത് ഹൗസ് റെന്റ് അലവൻസ് ഒക്കെ ഓരോ സ്ഥലത്തും ഓരോന്നാണ്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ അനുസരിച്ച് മാറും. പിന്നെ അതിനുശേഷം ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് ഒരുവിധമൊക്കെ കോമൺ ആണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഒക്കെ നമുക്ക് ഇടാൻ പറ്റും നമ്മുടെ ഇൻഷുറൻസിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡിഡക്ഷൻസ് ഒക്കെ കൂടെ കഴിഞ്ഞ് എങ്ങനെയാണെങ്കിലും ഒരു 30,000 to 33,000 ഇൻ ഹാൻഡ് സാലറി കിട്ടും. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സെക്ടറിൽ ഒരു ഡിപ്ലോമ യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും ബിടെക് അത്യാവശ്യം നല്ലൊരു സ്കെയിലാണ്. അടുത്തൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് എക്സാമിന്റെ പാറ്റേണിനെ പറ്റിയായിരിക്കും. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു 2020ക്ക് ശേഷം PSC കുറേ മാറ്റങ്ങൾ വരുത്തിയ കൂട്ടത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉദ്യോഗാർത്ഥികൾ അഭിമുഖീകരിച്ച ഒരു എക്സാമാണ് ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. പക്ഷേ 2023 നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് ഒരു ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ യോഗ്യത തന്നെയാണ്. ഈ 2 പരീക്ഷ കമ്പൈൻ ചെയ്ത് നടത്തിയപ്പോൾ PSC ആദ്യമായി ഫസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ സിലബസ് പബ്ലിഷ് ചെയ്യും. ആ സിലബസിനോട് 100% നീതി പുലർത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുകയും ചെയ്തതാണ്. അപ്പം നമ്മൾ ആ ഒരു 2023 റെഫറൻസ് വെച്ച് പറയുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ കംപ്ലീറ്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അതായത് സബ്ജക്ട്സിന്റെ വെയിറ്റേജ് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഓവർസിയർ ലെവൽ എന്ന് പറഞ്ഞാൽ ഫാക്ട് ബേസ്ഡ് ചോദ്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ന്യൂമറിക്കൽസിന് സ്ഥാനമില്ല അവിടെ. തിയറി ന്യൂമറിക്കൽസ് വളരെ റെയർ ആയിട്ട് 1, 2 ചോദിക്കുമെങ്കിൽ കൂടി നമുക്ക് കൂടുതലും ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, മാച്ച് ദ ഫോളോയിങ്, അതുപോലെ തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു ഐഡിയ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അപ്പം ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻഡെപ്ത് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. പിന്നെ ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ സർവേയിങ് നമ്മുടെ ഒരു ടോപ്പിക്കാണ് പ്ലെയിൻ ടേബിൾ സർവേയിങ്. അപ്പൊ അതെടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ ടേബിൾ സർവേയിങ് ജസ്റ്റ് ഓടിച്ചു പോയ ഒരാൾക്ക് മെത്തേഡ്സ് ഉണ്ട് 4 അത് എവിടെയൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റൻ അല്ല ചോദിക്കുന്നത്. മാച്ച് ഫോളോയിങ് ആയിട്ട് ആ 4 ഇട്ടിട്ട് ഓപ്ഷൻ ആയിട്ട്. അപ്പം നമ്മൾ ആ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കവർ ചെയ്താൽ മാത്രമേ ആ 1 മാർക്ക് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഒരു ടോപ്പിക്കിന്. അപ്പം നമ്മൾ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി വേർഡ് പഠിച്ചിട്ട് പോയാൽ മാത്രം നമുക്ക് നല്ല റാങ്ക് കിട്ടി ഫസ്റ്റ് അഡ്വൈസ് തന്നെ ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഇയർലി പാസ് ഔട്ട് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു മേഖലയിൽ എത്രത്തോളം ഇനി സ്കോപ്പ് ഉണ്ട് വരും ഇയേഴ്സിലേക്ക് എന്നൊന്ന് പറയുമോ? ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ PWD ഇറിഗേഷനും LSTD ആണ്. അപ്പോൾ ഇത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. PWD ഇറിഗേഷൻ അതുപോലെ തന്നെ LSTD. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിയാലും റാങ്ക് ലിസ്റ്റിൽ 500-ലധികം ആൾക്കാർ ഈ ലിസ്റ്റുകളിലൊക്കെ തന്നെയുണ്ട്. മിക്കവാറും കോമൺ എക്സാം ആയിട്ട് തന്നെ PSC നടത്തുന്നത് ഫസ്റ്റ് ഗ്രേഡ് പല ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും. ഈ 700 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പരീക്ഷ ആയതുകൊണ്ട് ഫസ്റ്റ് റാങ്ക് ഒക്കെ ഒരുവിധം കോമൺ ആയിരിക്കും. ഒരുവിധം ലിസ്റ്റിലുള്ള എല്ലാം കോമൺ ആയിരിക്കും. അപ്പം PWD ഇറിഗേഷൻ ചൂസ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ റാങ്കർക്ക് അത് എടുത്തു കഴിഞ്ഞാൽ LSTD കുറച്ചുകൂടെ ആൾക്കാർക്ക് ജോലി കിട്ടും NJD വഴി. അപ്പൊ അവർക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കിട്ടിയ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 3 വർഷം ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 4 വർഷം പിടിച്ചു. എക്സാം നടന്ന് റിസൾട്ട് വന്ന്
പിന്നെ റാങ്ക് ലിസ്റ്റ് 3 വർഷം കാലാവധി കഴിഞ്ഞു. അതൊരു 4 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെ ഇനി ഒരു അവസരം കിട്ടുക. ഇനിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം ഫസ്റ്റ് ഗ്രേഡ് വിളിക്കുമെങ്കിലും ഇത്രയധികം റിക്രൂട്ട്മെന്റ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 4 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ ആയിരിക്കത്തില്ല, ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിന് വ്യത്യാസം വരും, PSCയുടെ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ വന്ന ഒരു അവസരമാണ്. അപ്പൊ ഇപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുവന്നുള്ള ഇനി ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഗ്രേഡ് ലെവലിൽ PSC സിവിലിന് ഈ ഒരു 4 വർഷത്തേക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് എക്സാം ഡേറ്റ് പബ്ലിഷ് ആയിരിക്കുന്ന ജൂൺ ലാസ്റ്റിലേക്കാണ്. അപ്പം നമുക്ക് ഒരു 2-2.5 മാസം ഇനി മിച്ചമുള്ളൂ. അപ്പം ഈ ഒരു സമയം കൊണ്ട് പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഒരു ടോപ്പ് റാങ്ക് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുമോ? പഠിച്ചു തുടങ്ങുക ഇൻ ദ സെൻസ് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് ലെവൽ ആയതുകൊണ്ട് AE ലെവലിലുള്ള പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. ടോപ്പ് ഗിയർ അത്രയും നമുക്ക് വാസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വരുവോ ചെയ്യത്തില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഈ ഒരു 2.5 മാസം ഇതിനു വേണ്ടി മാത്രം ഒരു 6 മണിക്കൂറോളം വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിലൊരു 2 മാസം കൃത്യമായി പഠിക്കുകയും ബാക്കി വരുന്ന ഒരു 20-21 ദിവസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. റിവിഷൻ എന്ന് പറയുന്നത് ആ 21 ദിവസത്തിലേക്ക് മാത്രമല്ല, നമ്മൾ ഈ ആദ്യം പഠിക്കുന്ന 2 മാസവും ഓരോ ദിവസവും നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ള പേപ്പേഴ്സ് ഒക്കെ തന്നെ തിയറി പേപ്പേഴ്സ് ആണ്. നമ്മുടെ AE പോലെ കോൺസെപ്റ്റ് മെഷർ ചെയ്യുന്ന സബ്ജക്ട്സ് കുറവാണ്, ടോപ്പിക്സ് കുറവാണ്, 10 മാർക്കൊക്കെ ഉള്ളൂ നമുക്ക് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റിനും ഉള്ളു. ബാക്കി എല്ലാം തിയറി പേപ്പേഴ്സ് ആണ്. അപ്പൊ തിയറി പേപ്പേഴ്സ് പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ മറന്നു പോകാനും വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാതെ കുറേ ഇരുന്ന് പഠിക്കുന്ന ഹാർഡ് വർക്കാണ്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്മാർട്ട് വർക്ക് കൂടെ കൊണ്ടുവരാം. അതായത് ഈ എളുപ്പം നമുക്ക് ഈ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റോറി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് വെച്ചിട്ടോ ടിപ്സ് ആൻഡ് ട്രിക്സ് വെച്ചിട്ടോ ഒക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സാം ഹോളിൽ അത് ഉപയോഗപ്പെടും. ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. ഒത്തിരി തിയറികളാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മറന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൂടി ഇൻ ഹാൻഡ് കൊണ്ടുപോയി ഈ 2.5 മാസം എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ജോലി കിട്ടും. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വന്നാൽ മാത്രമേ ആദ്യത്തെ അഡ്വൈസിൽ ജോലി കിട്ടുള്ളൂ. സോ എൻട്രിയുടെ നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി ഈ 2.5 മാസം എഫക്റ്റീവായി നിങ്ങൾക്ക് ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റിൽ മുന്നേറ്റാൻ സാധിക്കും. സോ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യാം. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.